ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, അതിൻ്റെ പേരെന്തായിരുന്നു മറന്നുപോയല്ലോ. ചേരങ്ങയ്ക്കും പയറിനും നമ്മൾ എന്താ പറയുക, പന്തൽ കെട്ടാനുള്ള പരിപാടിയാണ്. അപ്പോൾ അമ്മയും അച്ഛനും കൂടെ കയറൊക്കെ കൊണ്ട് പോയിട്ടുണ്ട്, അവിടേക്ക് എത്തി. അപ്പം ഞാനെന്നാലും അങ്ങോട്ടേക്ക് പോട്ടെ. ഓക്കെ ഗൈസ്, വേറെ കുറേ സാധനങ്ങളൊക്കെ കാണിച്ചു തരാം. ഇത് നമ്മൾ 2 ദിവസം മുമ്പ് നമ്മൾ എന്താ പറയുക, തടമൊക്കെ തുറന്ന് നമ്മൾ വളമൊക്കെ ഇട്ട് വെച്ച തെങ്ങാണ് കേട്ടോ, രാംഗംഗ തെങ്ങാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ചാനലിലുണ്ട്, കണ്ടാൽ മതി, നിങ്ങൾക്കെല്ലാം മനസ്സിലാവും. ഓക്കെ, ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ കണ്ട ചൂടിക്കയറൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. എന്താ അമ്മ, വെണ്ടയ്ക്ക കുട്ടികളെ കാണിച്ചു കേട്ടോ. കണ്ടോ, അതാണ് ഇപ്പോൾ ഇവിടെ ഉള്ളതിൽ ഏറ്റവും വലിയ വെണ്ടയ്ക്ക. അല്ല ഇതാ ഇവനാണെന്ന് തോന്നുന്നു. പേരയ്ക്ക പറിക്കാൻ പോവാ. അമ്മ പേരയ്ക്ക പറിക്കാൻ പോയിട്ടുണ്ട്. കണ്ടോ, ഏതമ്മ? അവിടെ ഏതോ ഒരു പേരയ്ക്ക പറിക്കുന്നുണ്ട് അമ്മ. പറിച്ചോളൂ, ഞാൻ അപ്പോഴേക്ക് ഇവിടേക്ക് ഒന്ന് കാണിക്കാം. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വേറൊരു വീഡിയോയിൽ, എല്ലാ വീഡിയോയിലും കാണിക്കുന്നതാണ് നമ്മുടെ മാവ്. എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആട്ടോ ഇത്, അതുകൊണ്ടാണ് കാണിക്കുന്നത്. എല്ലാത്തിലും കുറേ മാങ്ങ വന്നിട്ടുണ്ട്. അതെ, നായകൻ വന്നിട്ടുണ്ട്. എടാ, ഇത് കണ്ടോ, ഈ ചീര. ഇതാ നമ്മുടെ ഹീറോ തല്ലി പൊട്ടിച്ചിട്ടതാണ്. പിന്നുണ്ടല്ലോ, അയ്യോ പാവം ഞാൻ. കണ്ട എന്നെ കടിക്കും. ഓക്കെ, അച്ഛനവിടെ പേരക്കൻ്റെ മുകളിലേക്ക് കയറിയോ? ഇവിടെ ഒരു കുഞ്ഞി പേരക്കണ്ട കേട്ടോ, നാടനാണേ. അതിൻ്റെ മുകളിലേക്ക് കയറി തുടങ്ങിയിട്ടുണ്ട് പയർ. അപ്പോൾ നമ്മൾ അതിന് സപ്പോർട്ട് വെച്ച് കൊടുക്കാനുള്ള പരിപാടിയാണ്. സൈഡിൽ നിന്നൊക്കെ മാറിയുന്നു, ഞാൻ ചവിട്ടും. എന്നെ കടിച്ചിട്ട് കാര്യമില്ല. എവിടെ നമ്മളൊന്നും ചെയ്യില്ലെന്നറിയേ. അപ്പം ഇത് നമ്മുടെ പയറിന് ചിരങ്ങയ്ക്കൊക്കെ പന്തൽ കെട്ടുന്ന പരിപാടിയാണ്. ക്യാച്ച്. പേരൊക്കെ കിട്ടിയിട്ടുണ്ട്, കണ്ട. മധുരമുണ്ട്, നല്ല മധുരമുണ്ട്. എന്താണ് പീനട്ട് ബട്ടർ ഫ്രൂട്ടിൻ്റെ പൂവ്. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഈ കയറൊക്കെ കെട്ടുന്നത് കിട്ടിക്കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് നേന്ത്രവാഴയിലായിരുന്നോ? നേന്ത്രവാഴയാണ് ഇത്. നമ്മൾ അന്ന് കുഴിച്ചിട്ട ടിഷ്യൂ കൾച്ചർ. പാളയംകോടനൊന്നല്ല, കൃഷിക്കാർക്ക് പേരൊന്നും അറിയില്ലേ. ഓക്കെ, ഇത് നേന്ത്രവാഴ, ഇത് നമ്മുടെ കദളിപ്പഴം, അതും കദളിയാണ്, ഇതും നേന്ത്രനാട്ടോ. ഇപ്പം നമ്മൾ കുഴിച്ചിട്ടിട്ട് അധികമൊന്നും ആയിട്ടില്ല, ഒരു അരമാസം ആവുന്നേ ഉള്ളൂ അല്ലേ? 10-15 ദിവസമായിട്ടല്ലേ ഉള്ളൂ? ഇല്ല, ഏറെക്കുറെ അപ്പോഴേക്ക് കുട്ടപ്പനായിട്ടുണ്ട്. അങ്ങനെ നമ്മളിതാ ഒരു ഇത് നാട്ടിയിട്ടുണ്ട്. അതാ നമ്മൾ രണ്ടാമത്തെ ഇതും ഇവിടെ വെച്ചിട്ടുണ്ട്. ഒന്ന് ഇവിടേക്കും വെക്കും. ഓക്കെ, കൈപ്പയുടെ ബാലൻസ് ആണ്. അതുകൊണ്ട് എന്തു പറ്റി? പേരക്ക പൊട്ടി പോലും. വെയിറ്റ് കൊണ്ട് പൊട്ടിയതാ പേരക്കയോ? അതോ ഇനിയിപ്പോൾ അമ്മ തിന്നാൻ വേണ്ടിയിട്ട് ഉണ്ടായിപ്പോ പറയാ? പൊട്ടിയോ? അയ്യോ, പറിച്ചു ആണോ? ഓക്കെ, എന്നാൽ എടുത്തു വെച്ചോളൂ, നമുക്ക് കഴിക്കാം.
നമ്മൾ വടിയൊക്കെ കെട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി കയറ് കെട്ടാനുള്ള പരിപാടിയാണ്. ഇത് കണ്ടോ, നമ്മൾ 2-3 ദിവസം മുമ്പ് കുഴിച്ചിട്ട വൈറ്റ് ഞാവലാണ് കേട്ടോ. ഇതൊക്കെ പൂ തന്നെയാണോ ഇതൊക്കെ, അതോ ഇല വരുന്നതോ? എല്ലാം പൂ തന്നെയല്ലേ. കണ്ടോ, ഇഷ്ടം പോലെ പൂ വന്നിട്ടുണ്ട്. ഇതാണ് വൈറ്റ് ഞാവൽ കേട്ടോ. എന്താ പിടിക്കായി ആണോ? പിടിച്ചോളൂ. വെണ്ടയ്ക്ക പറിക്കാനായിട്ടോ. നാളെ മറ്റന്നാളോ പറിക്കാം. കഴിഞ്ഞ വർഷം ഇതുമാതിരി പന്തൽ കെട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സൈഡിലായിരുന്നു കൈപ്പയുടെ ഒരു ഉണ്ടായിരുന്നു, ആ ടാങ്കിൻ്റെ ഭാഗത്ത്. അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ 3 വടിയൊക്കെ വെച്ച് ഇങ്ങനെ ഇനിയിപ്പം അതിന് കയറിങ്ങനെ തൂക്കിയിട്ട് കൊടുക്കും. ഓക്കെ, അതാണ് പരിപാടി. ഇനിയും വേണോ കയറ്? ഓക്കെ. അമ്മ അങ്ങോട്ടേക്ക് നനയ്ക്കാൻ പോയി. അപ്പോൾ ഇതെല്ലാം കെട്ടിക്കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. ഗായ്സ്, നമ്മൾ കയറൊക്കെ കെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, പയറിന് കയറി പോകാനുള്ള സപ്പോർട്ടാണ് കേട്ടോ. കാണുന്നുണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് വടി. പിന്നെ നമ്മൾ കയറൊക്കെ ഇങ്ങനെ തൂക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കെട്ടി വേണമെങ്കിൽ നമുക്ക് കല്ലൊക്കെ തൂക്കിയിട്ടോ. പിന്നെ അതിൻ്റെ ആവശ്യം വരുന്നില്ല. ആ ആ ഓക്കെ, ഒരാൾ പയ്യെ ഓക്കെ ഓക്കെ ഗൈസ്, ഒരാൾ പയ്യെ സമയം കിട്ടിയപ്പം പേരക്കേനെ ഇതിന്റെ ഗ്രോത്തൊക്കെ രാത്രിയായിരിക്കും, നമ്മൾ കാണില്ല. അതാണ് അച്ഛൻ ഇന്നലെ പറഞ്ഞ പാമ്പാട്ടം. പാമ്പാടി അത് കയറിക്കോളൂ. ഇനി രാത്രി കുട്ടപ്പനായിക്കോളും. എല്ലാവർക്കും നമ്മളിത് കയറിട്ട് കൊടുത്തിട്ടുണ്ട് കയറാൻ. പിന്നെ നമ്മൾ പയറാണ് ഇട്ടത്. ഇന്ന് ലാസ്റ്റ് ഒന്ന് മാത്രമേ ഉള്ളൂ കയ്പ. നമ്മൾ ആദ്യം കയ്പ നട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ആ വിത്തൊക്കെ കേട് വന്നുപോയി. അപ്പം നമ്മൾ എന്താ പറയുക, ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരു പാക്കറ്റായിരുന്നു വാങ്ങിയത്. അപ്പം നമ്മൾ ഓക്കെ എന്ന് വെച്ചിട്ട് പിന്നെ നമ്മൾ പയർ നടുമായിരുന്നു. ഓക്കെ, അപ്പോൾ അതിൽ ഒരുത്തനാണ് അവിടെ മാത്രം കയ്പയായിട്ട് മുളച്ചു. പിന്നെ നമ്മൾ പയർ നട്ടു. അവിടെ വെണ്ടയ്ക്ക നട്ടു, അതിൻ്റെ ഇടയിൽ ചീരയും കുറച്ച് നട്ടു. ചീര നട്ടതാണോ? ചീര ഞാൻ അവിടുന്ന് കൊണ്ടുവന്ന നട്ടാ ആണല്ലേ. അവിടെ ഇവിടെയൊക്കെ മുളച്ചിരുന്നു. ഓക്കെ, ആ തൈകളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു അല്ലേ. ഓക്കെ, അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അവിടെ അല്ല ആളെ അതൊക്കെ അതിനൊക്കെ ഒന്ന് അടിച്ചൊക്കെ നോക്കുന്നുണ്ട് വീഴുമെന്ന്. ആ ചീര പൊട്ടിച്ച അതായിരിക്കുന്നു പാവം. അങ്ങനെയാണ് ആളുടെ കഥ. ഓക്കെ ഗൈസ്, അപ്പം അങ്ങനെയാണ് ഇന്നത്തെ വിശേഷം. നമ്മൾ പയറിൻ്റെ പന്തലൊക്കെ കിട്ടിയിട്ടുണ്ട്. അമ്മ അത് അവിടെ നിന്ന് നനയ്ക്കുന്നുണ്ട്. ഓക്കെ, ആവശ്യം ബൈ ബൈ പറഞ്ഞോളൂ. ബൈ മമ്മി, ബൈ. ഓക്കെ ഗൈസ്, വേറൊരു വീഡിയോയിൽ നമുക്ക് നാളെ കാണാം.